വാർത്തയിലേക്ക്. കോഴിക്കോട് 13-കാരിയെ മാതാവിന്റെ സുഹൃത്ത് ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. വടകര സ്വദേശി അബ്ദുൾ റഫീഖാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. ഒളിവിലായിരുന്ന കുട്ടിയുടെ മാതാവിനെ പയ്യോളി പോലീസ് കോഴിക്കോട് നിന്ന് കസ്റ്റഡിയിലെടുത്തു. മുഖ്യപ്രതി റഫീഖ് വിദേശത്താണ്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടെയാണ് 2.5 വർഷം പീഡനത്തിനിരയായതായി കുട്ടി വെളിപ്പെടുത്തിയത്. ദൃശ്യ പുതിയടത്ത് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ദൃശ്യ, ഈ പ്രതി റഫീഖിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയോ? മഹേഷ്, റഫീഖിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇയാൾ കഴിഞ്ഞ ജനുവരി 2-ാമത്തെ ആഴ്ചയാണ് വിദേശത്തേക്ക് പോകുന്നത്. ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ വിദേശത്തേക്ക് പോകുന്നത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടന്ന ഒരു കൗൺസിലിംഗിൽ കുട്ടി ഇത്തരത്തിൽ ഒരു പീഡന വിവരം പുറത്തു പറയുന്നത്, ടീച്ചേഴ്സിനോട് പറയുന്നത്. അതായത് 2 വർഷത്തോളമായി മാതാവിന്റെ സുഹൃത്ത് തന്നെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് കുട്ടി ഈ കൗൺസിലിംഗിൽ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം നേരെ പയ്യോളി പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിന്നീട് പയ്യോളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേസെടുത്ത വിവരം അറിഞ്ഞപ്പോൾ തന്നെ മാതാവ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒളിവിൽ പോയി. പിന്നീട് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു പോലീസ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇവരെ കോഴിക്കോട് നിന്ന് ഒളിവിൽ പോയിടത്ത് നിന്ന് കണ്ടെത്തിയത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 1-ാം പ്രതിയായ റഫീഖിനെ പോലീസ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ പിതാവ് വിദേശത്താണ്. ഇയാൾ നാട്ടിലില്ലാതിരുന്ന സമയത്താണ് ഇത്തരത്തിൽ പീഡനം നടക്കുന്നത്. കുട്ടിയെ അതിനുശേഷം ഈ കൗൺസിലിംഗിനിടെയാണ് കുട്ടി ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഈ പീഡന വിവരം 2 വർഷത്തോളമായി ഈ അമ്മയുടെ സുഹൃത്ത് തന്നെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം കുട്ടി കൗൺസിലിംഗിന് ഇടയിലാണ് അറിയിച്ചത്. ഇതോടെയാണ് മാധവിന്റെ സുഹൃത്തിനെ 1-ാം പ്രതിയാക്കി മാധവിന്റെ സുഹൃത്തായ റഫീഖിനെതിരെയും പോലീസ് കേസെടുക്കുന്നത്. മഹേഷ്. ദൃശ്യ പുതിയടത്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് 13-കാരിയെ മാതാവിന്റെ സുഹൃത്ത് ലൈംഗികമായി പീഡിപ്പിച്ചു.